ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് ആൻഡ് കറണ്ട് ഇമോഷൻസ് ഫോർ യു. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്സ് എന്താണ്, ഇമോഷൻസ് എന്താണ്, എത്രമാത്രം ഇൻറ്റിമേറ്റ്ലി നിങ്ങളെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടി എത്രമാത്രം നിങ്ങളുടെ പേഴ്സണിൽ ആ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സോൾ മെസ്സേജസ് എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യണം, എന്ത് കാര്യങ്ങളാണ് ഈ പേഴ്സൺ തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെ അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ഡോർസ് ഓപ്പണിംഗ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ യൂണിയൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഡീപ്പ് കണ്ടംപ്ലേഷൻ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ചാൻസസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസേഴ്സ് അറൈവിംഗ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ദിസ് കുഡ് ബി ദ വൺ എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ആദ്യത്തെ കാർഡ് തന്നെ നോക്കൂ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ന്യൂ ഡോർസ് ഓപ്പണിംഗ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെയെല്ലാം ബെറ്റർ ആക്കാനുള്ള അല്ലെങ്കിൽ അതിലേക്കൊരു പോസിറ്റീവ്നെസ് ആണ് കടന്നു വരാൻ പോകുന്നത്. പുതിയ വഴികൾ അല്ലെങ്കിൽ പുതിയ പാതകൾ, ഇതുവരെ ഉണ്ടായിരുന്ന പ്രോബ്ലംസിനെ മാറ്റിയെടുക്കാനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ഹീലിംഗ് നിങ്ങളുടെ പേഴ്സണിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും വരുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ന്യൂ ഡിസിഷൻസ് എടുക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഇതുവരെയുള്ള നെഗറ്റീവ് ടോക്സിക് ആയിട്ടുള്ള ചിന്തകളെയും സിറ്റുവേഷൻസിനെയും അല്ലെങ്കിൽ ആളുകളെയും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പുതിയ ദിശയിലോട്ട് മുന്നോട്ടേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂ ഡോർ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഓപ്പൺ അപ്പ് ആകുന്നത്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഒരു റീസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്തകളിലൊക്കെ മാറ്റം കാണുന്നുണ്ട്. ഓക്കെ, സോ ന്യൂ ഡോർ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഓപ്പൺ അപ്പ് ആകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഹീലിംഗിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്കുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് തുറന്നു വരുന്നത്. ഒരു പോസിറ്റീവ്നെസ് നിങ്ങളുടെ പേഴ്സണിലേക്ക് കടന്നു വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യൂണിയൻ എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂ ഡോർസ് ഓപ്പണിംഗ്, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നോക്കൂ, യൂണിയൻ എന്നുള്ളൊരു കാർഡാണ്. യൂണിയൻ, സോ യൂണിയൻ, റീയൂണിയൻ ആൻഡ് റീകൺസിലേഷൻ ആൻഡ് ഓൾസോ റീകണക്ഷൻ എനർജി ആണ്. ഓക്കെ, സോ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ അകൽച്ചകൾ, നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള പരിഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഫൈറ്റിംഗ് ഉണ്ട്, അങ്ങനെ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് യൂണിയൻ പോസിബിൾ ആകുമെന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ ചിന്തകൾ അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, സ്ട്രോങ്ലി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട്, ഒരു റീയൂണിയൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് കാർഡ്സും കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഡീപ്പ് കണ്ടംപ്ലേഷൻ എന്നുള്ളൊരു കാർഡാണ്. അതായത് തീർച്ചയായിട്ടും ഡീപ്പ് തിങ്കിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഡീപ്പ് തിങ്കിങ് എനർജി. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് യൂണിയൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ന്യൂ സ്റ്റാർട്ടിങ് ആഗ്രഹമുണ്ട്, പുതിയൊരു ലൈഫ് ബിഗിനിങ് എങ്ങനെയൊക്കെ ആകണമെന്ന് ഒരു ധാരണ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫിലെ ആ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ സീരിയസ് അല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, ഒരിക്കലും ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഈ വ്യക്തിക്ക്
അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരു ധാരണ വരുന്നുണ്ട്. മേ ബി ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളെ ഈ വ്യക്തിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് ചില കാര്യങ്ങളുടെ വ്യക്തത ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളെ കുറിച്ചും ചില സിറ്റുവേഷനെ കുറിച്ചുമുള്ള ആ ഒരു തെറ്റായ ധാരണയൊക്കെ മാറി ഈ വ്യക്തിക്ക് വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകുന്നുണ്ട്. ഓക്കെ, സ്വന്തം ഈഗോ അല്ലെങ്കിൽ സ്വന്തം സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെയധികം യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റീയൂണിയനിലേക്ക് ആകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ചാൻസസ്. കണ്ടോ, വീണ്ടും നമുക്ക് യൂണിയൻ കിട്ടി, സെക്കൻഡ് ചാൻസസ് കിട്ടി. സോ തീർച്ചയായിട്ടും സെക്കൻഡ് ചാൻസസിന് വേണ്ടിയൊക്കെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങളുടെ അടുത്ത് ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് നൽകാനാണ് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാൻ ആണ് ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചിന്ത തന്നെ നിങ്ങളുടെ അടുത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യും, നിങ്ങളെ എങ്ങനെ കാണും അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും. മേ ബി അത്രമാത്രം നിങ്ങൾക്ക് പെയിൻഫുൾ സിറ്റുവേഷൻസ് തന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് അവഗണിച്ചു പോയ ഒരു വ്യക്തിയായിരിക്കാം. തേർഡ് പാർട്ടിയിലൊക്കെ പോയപ്പോൾ നിങ്ങൾ അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്, അത്രമാത്രം ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ ഒരു അവഗണന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ആ ഒരു ഡീപ്പ് തിങ്കിങ് ഉണ്ടാകുന്നത്. ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ആൻസേഴ്സ് അറൈവിംഗ്. കണ്ടോ, വീണ്ടും ഇവിടെ കാണിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഈ വ്യക്തി മറച്ചു പിടിച്ചിട്ടുണ്ട്, നിങ്ങളോട് പറയാത്തതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം, ക്ലാരിറ്റി തന്നിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്? ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ വെറും കളിപ്പാവയാക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവും നൽകാത്ത രീതിയിലായി പോകുമോ? നിങ്ങൾക്കൊട്ടും ഇമ്പോർട്ടൻസ് തരാത്ത പോലെയൊക്കെ ബിഹേവ് ചെയ്ത ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ പലപ്പോഴും മൂവ് ഓൺ ചെയ്തു പോകാമെന്ന് പോലും ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന്റെ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ പ്രോപ്പർ ആയിട്ട് എടുത്ത ഒരു ഡിസിഷൻ ആകാം, പ്ലാൻ ആകാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താണ് ഇനി ഈ വ്യക്തിക്ക് ചെയ്യേണ്ടുന്നത് എന്നതിന്റെ ഒരു യഥാർത്ഥ ഒരു ചിത്രം അല്ലെങ്കിൽ കറക്റ്റ് പിക്ചറൈസേഷൻ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളോട് ഒരു സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് യൂണിയൻ ആഗ്രഹിക്കുന്നു, പുതിയ വഴികൾ വ്യക്തി തേടുന്നുണ്ട്, പുതിയൊരു സ്റ്റാർട്ടിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ഗഹനമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ വ്യക്തി അത് നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുമായിട്ട് ഒരു കോൾ, മെസ്സേജ് ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ളത് ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ, സോ ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ളത് നിങ്ങൾ പരസ്പരം രണ്ടുപേർക്കും മാറി നിൽക്കാൻ പറ്റാത്ത ഒരു അത്രയും ഒരു ഡീപ്പ് ആയിട്ടുള്ള ബന്ധമാണ് എന്ന് കാണിക്കുന്നത്. അതായത് രണ്ടുപേർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടാകാം, ഈ വ്യക്തി മാത്രമാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടുന്ന ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൺ, ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, ഈ വ്യക്തിക്കും സെയിം ആ ഒരു തിങ്കിങ് തന്നെയാണ്. മറ്റേതൊരു സിറ്റുവേഷനും ടെമ്പററി മാത്രമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലും ആ ഒരു മനസ്സിന്റെ ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിനേക്കാൾ അധികമായിട്ട് മറ്റൊന്നും വേറൊരു റിലേഷൻഷിപ്പിനും ഈ വ്യക്തിക്ക് നൽകാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫുൾനെസ് എനർജി ഈ വ്യക്തിക്ക് ലഭിക്കുന്നത്, ഒരു കംപ്ലീറ്റ് ആയതുപോലെ ഈ വ്യക്തിക്ക് ഫീൽ ആകുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളാണ് ഈ വ്യക്തിയുടെ സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളാണ് ഈ വ്യക്തിയുടെ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒന്നും ആകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത പോലെ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുന്നത്, യൂണിയൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് കൂടി എടുത്ത് നോക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളോട് തുറന്നു പറയാൻ, തുറന്ന് സമ്മതിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്, ഐ എം ഡീപ്ലി സോറി ദാറ്റ് ഐ വാക്ക്ഡ് അവേ ഫ്രം യു. അതായത് ആദ്യം തന്നെ ഈ വ്യക്തി പറയുന്നത് നോക്കൂ,
നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു റീസൺ കാരണം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആളുകൾ കാരണം തേർഡ് പാർട്ടി ആണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ തനിച്ചാക്കി പോയിട്ടുണ്ട് എങ്കിൽ ഈ പേഴ്സൺ അതിൽ ഒരുപാട് ഇപ്പോൾ ഫോർഗീവ്നെസ് ചോദിക്കുന്നുണ്ട്, സോറി ചോദിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ്ലി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ ഡോണ്ട് വാണ ഹൈഡ് ദിസ് ലവ്. അതായത് ഈ വ്യക്തി ഇനി നിങ്ങളുടെ പ്രണയത്തെ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ടോക്ക് ടു യു എ ലോട്ട് ഇൻ മൈ ഹെഡ്. അതായത് ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു ടോക്കിംഗ് ടേംസിലല്ല, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ, നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്രയും ഡിസ്റ്റന്റിലാണ് നിങ്ങളെങ്കിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ വ്യക്തി നിരന്തരം സംസാരിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സും ഈ വ്യക്തിയുടെ മനസ്സുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷനെ കാണിക്കുന്നുണ്ട്. അതായത് പരസ്പരം നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾ പരസ്പരം കാണണമെന്നോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നോ ഇല്ല. വാക്കുകൾ വേണ്ട നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. നിങ്ങൾക്കിടയിൽ ആ ഒരു ടെലിപ്പത്തി കണക്ഷൻ ഉണ്ട്, സോൾ കണക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു മെസ്സേജ് ആണ്. അതായത് ഈ വ്യക്തി നിരന്തരം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സും ഈ വ്യക്തിയുടെ മനസ്സും പരസ്പരം കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ അപ്രീഷിയേറ്റ് ദ ലെസൺസ് യു ടോട്ട് മീ. അതായത് ഈ വ്യക്തി ആ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ വ്യക്തി ഏറ്റവും മൂഡ് ഓഫ് ആയിട്ട് നിന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ഹെൽപ്പ് വേണ്ടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ഡിപ്രസ്ഡ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങളാണ് മോട്ടിവേറ്റ് ചെയ്ത് ഈ വ്യക്തിയെ പ്രോഗ്രസ് ചെയ്തത്. ഈ വ്യക്തിക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു കാരണം തന്നെ നിങ്ങളാണ്. നിങ്ങളില്ല എങ്കിൽ ഈ വ്യക്തിക്ക് ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാനോ മുന്നോട്ടേക്കൊരു വഴി എന്താണ് എന്ന് കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് ഹെൽപ്പ് ചെയ്തത്. നിങ്ങളാണ് ഈ വ്യക്തിയുടെ മോട്ടിവേറ്റേഴ്സ്, സപ്പോർട്ടേഴ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാക്കിനും ആ ഒരു പ്രവൃത്തിക്കും ഒരുപാട് ഈ വ്യക്തി വില നൽകുന്നുണ്ട്. ഈ വ്യക്തിക്കറിയാം നിങ്ങളാണ് ഈ വ്യക്തിയെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ഈ വ്യക്തി പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ആർ ടു ഗുഡ് ഫോർ മീ. അതായത് ഈ വ്യക്തി പറയുന്നത് നോക്കൂ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ നീയാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. നിന്റെ പാർട്ട്ണർഷിപ്പാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് മറ്റൊരു വ്യക്തിക്കും നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്ക് നൽകാൻ സാധിച്ചിട്ടില്ല, കെയർ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ വ്യക്തിക്ക് ആ ഒരു ട്രൂത്ത് മനസ്സിലായത് ഇപ്പോൾ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഡോണ്ട് ബി സോ ഇൻസെക്യൂർ എന്നുള്ളൊരു മെസ്സേജ് ആണ്. അതായത് മേ ബി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സമയമാണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, ഒരു നോ കോണ്ടാക്ട് ഉണ്ട്, അല്ലെങ്കിൽ അതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. നിങ്ങൾ വളരെയധികം ഇൻസെക്യൂർഡ് ആകുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളിൽ നിന്നും ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇനിയൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലേ, അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതികൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് മേ ബി കുറച്ചു പേർക്കെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം, സൊസൈറ്റി ഒരുപാട് പ്രഷറൈസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്ന് മാറി നിൽക്കേണ്ടെന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ ഈ വ്യക്തി പറയുന്ന നോക്കൂ, എത്ര തന്നെ അകന്ന് മാറി നിന്നാലും ഇൻസെക്യൂർഡ് ആകരുത്, അല്ലെങ്കിൽ ഇൻസെക്യൂർഡ് ആകേണ്ട ആവശ്യമില്ല. കാരണം ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തി പറയുന്നത് ഒരിക്കലും ഇൻസെക്യൂർഡ് ആകരുത്. നിങ്ങളുടെ മുന്നിൽ ഇനിയും ന്യൂ ഡോർസ് ആണ് ഓപ്പൺ അപ്പ് ആകാൻ പോകുന്നത്. പുതിയ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുക, യൂണിയൻ ആണ് കാണാൻ സാധിക്കുക. സോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻസെക്യൂർഡ് ആകുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് നത്തിങ് എൽസ് മാറ്റേഴ്സ് ബട്ട് യു. ഓക്കെ, സോ ഈ വ്യക്തി പറയുന്ന നോക്കൂ, മറ്റൊരു കാര്യവും എനിക്ക് അറിയണ്ട, മറ്റൊന്നിനെ കുറിച്ചും എനിക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻസും ഇല്ല, ആൻസൈറ്റി ഇല്ല, അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചും എനിക്ക് ഇനി ചിന്തിക്കണ്ട. നീ മാത്രം മതി എൻ്റെ ലൈഫിലേക്ക്. നീ എൻ്റെ ലൈഫിലുണ്ടോ അത് മാത്രമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫിലേക്ക് കൂട്ടിച്ചേർക്കണം, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു, പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് യു ഇൻസ്പയർ മീ. അതായത് നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഇൻസ്പിറേഷൻ. നേരത്തെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ
വ്യക്തിയുടെ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് എന്ന് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു അവസ്ഥയിലും നിങ്ങൾ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുമെന്ന് ഈ വ്യക്തിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ ഡോണ്ട് ഡിസയർ എനി വൺ ദ വേ ഐ ഡിസയർ യു. അതായത് നോക്കൂ, നിങ്ങൾ ഏതൊരു പേഴ്സണേക്കാളും അല്ലെങ്കിൽ മറ്റേതൊരു സിറ്റുവേഷനേക്കാളും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. മറ്റൊന്നിനെ കുറിച്ചും ഇത്രയും അധികം ഈ വ്യക്തി ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളെ മാത്രമാണ് ഡീപ്ലി ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ലവിനും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും വേണ്ടി മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ കൊതിക്കുന്നത്. ഓക്കെ, സോ അത്രമാത്രം സ്ട്രോങ് ഡിസയർസ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ഫീലിങ്സ് ആണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ ഡു ടോക്ക് അബൌട്ട് യു. അതായത് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ടോക്ക് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. മേ ബി ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ എനർജിയെ കുറിച്ചൊക്കെ ഈ വ്യക്തി ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളില്ല അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. ഈ വ്യക്തി ഡെഫിനറ്റ്ലി നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ സംസാരം ഇടയ്ക്ക് വരുന്നുണ്ട്. പല കോൺവെർസേഷനും തുടങ്ങുന്നതും അവസാനിക്കുന്നതും നിങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഐ ഹാവ് ടോൾഡ് മൈ ഫാമിലി അബൌട്ട് യു. കണ്ടോ, വീണ്ടും പറയുന്ന നോക്കൂ, നിങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ഫാമിലിയുമായിട്ട് എന്തെങ്കിലും എതിർപ്പുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു എതിർപ്പ് ഫാമിലി തരുന്നുണ്ട്, അങ്ങനെ ഒരു എതിർപ്പ് പറയുന്നുണ്ട് എങ്കിൽ ഫാമിലിയോട് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫാമിലിയോട് പറയുന്നുണ്ട് നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് പറ്റില്ല, എത്രമാത്രം നിങ്ങൾ ഈ വ്യക്തിയുടെ ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്, ഡിസൈർ ആണ്. നിങ്ങളില്ലെങ്കിൽ ഈ വ്യക്തി ഒന്നുമല്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഈ വ്യക്തിക്ക് സാധിക്കില്ല എന്ന് തുറന്നു സമ്മതിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കാണാൻ സാധിച്ചത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ട്രൂ ഫീലിങ്സ് ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിൽ, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകാൻ, പോസിറ്റീവ് ഹീലിംഗ് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഈ പേഴ്സണ് വളരെ മികച്ച ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു ഫ്യൂച്ചറിലോട്ട് കൊണ്ടു ചെല്ലാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു എനർജീസ് നിങ്ങൾ ക്ലെയിം ചെയ്യുക, പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല പോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ ഹീലിംഗിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോ നിങ്ങൾ എന്ത് തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അതിനെ പ്രോപ്പറായിട്ട് പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ വെക്കാതെ വേണം മാനിഫെസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കണം. ഓക്കെ, സോ നല്ല പോലെ പ്രാർത്ഥിച്ചതിന് ശേഷം, നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആ ഒരു എനർജീസിനെ ക്ലെയിം ചെയ്യുകയാണ്, അട്രാക്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. അതുപോലെ തന്നെ താങ്ക് യു മെസ്സേജസ് എഴുതാം, താങ്ക് യു യൂണിവേഴ്സ് എഴുതാം, താങ്ക് യു ഗോഡ് എഴുതാം. നിങ്ങൾ ഏതൊരു ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മനസ്സിൽ നല്ലപോലെ ധ്യാനിച്ച് ആ ഒരു ശക്തിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ എനർജീസിന് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, അതിനെ ക്ലെയിം ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് താങ്ക് യു പറയാം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസിനും പോസിറ്റീവ് മാറ്റങ്ങൾക്കും പോസിറ്റീവ് ബ്ലെസ്സിങ്സിനും നിങ്ങൾക്ക് താങ്ക് യു പറയാം. നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ഹീലിംഗ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചിന് നിങ്ങൾക്ക് താങ്ക് യു പറയാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ താങ്ക് യു മെസ്സേജസ് എഴുതുമ്പോൾ കൂടുതൽ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു മെസ്സേജസ് എഴുതാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, നല്ലത് മാത്രം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.